യെസ്, ഡോക്ടർ ജയരാജ് ഇത്രയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ തുണിയില്ലാതെ നിൽക്കുകയാണ് CPM. കൂടുതൽ പെട്ടിരിക്കുന്നു. അന്നേ ഇവർക്കെതിരെയൊക്കെ നടപടി എടുക്കേണ്ടതായിരുന്നു. അന്ന് പറഞ്ഞത് കേന്ദ്ര കമ്മിറ്റി അന്വേഷിക്കുന്നതാണ്. ഷാജഹാൻ, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താം താങ്കൾക്ക്, അല്ലേ? കേന്ദ്ര കമ്മിറ്റി ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നതാണ് പറഞ്ഞത്. കേന്ദ്ര കമ്മിറ്റി അന്വേഷിച്ച് ഇതുവരെ റിപ്പോർട്ടൊന്നും KC രാമേന്ദ്രൻ മാത്രം പ്രതിയാണെന്ന് പറഞ്ഞതിനകത്ത് KC രാമേന്ദ്രൻ മാത്രമാണ് പ്രതി. ഇന്നിപ്പോൾ ഇതാ ഈ TP ചന്ദ്രശേഖരൻ്റെ തല തെങ്ങിൻ പൂക്കുല പോലെ ഇങ്ങനെ ചിതറിത്തെറിക്കും എന്ന കൊലവിളി മുഴക്കിയ KK കൃഷ്ണൻ, ജ്യോതി ബാബു ഉൾപ്പെടെയുള്ളവർ അകത്തായിട്ടുണ്ട്. ജീവപര്യന്തം തടവാണ്. എനിക്ക് ബൈപ്പാസ് കഴിഞ്ഞു എന്ന് കൃഷ്ണൻ പറഞ്ഞു കോടതിയിൽ. അതുപോലെ ജ്യോതി ബാബു ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു നാടകമായിരുന്നു ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അനാരോഗ്യം പോലും പരിഗണിക്കാതെയാണ് ജീവപര്യന്തം തടവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ CPM ഇനിയെങ്കിലും തുറന്നു പറയേണ്ടതല്ലേ തെറ്റ് പറ്റിപ്പോയി എന്നുള്ളത്? ഏത് കൊച്ചുകുട്ടിക്കും അറിയാം TP ചന്ദ്രശേഖരനെ തട്ടിയതാണ് എന്ന്. ഡോക്ടറെ, മറുപടി. അത് സത്യമാണ്. ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാം TP ചന്ദ്രശേഖരനെ വധിച്ചതാണ് എന്നുള്ള കാര്യം. മറുപടി ഞാൻ പറയാം. എല്ലാവർക്കും അറിയാം TP ചന്ദ്രശേഖരനെ വധിച്ചതാണെന്നുള്ള കാര്യത്തിൽ ആർക്കാ? പാർട്ടി വധിച്ചതാണ് അല്ലെങ്കിൽ ആസൂത്രിത സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആണോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ. അല്ല, ഷാജഹാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ജഡ്ജിമെന്റിലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ചില പോയിന്റ്സ് ഒക്കെ ഷാജഹാൻ പറഞ്ഞല്ലോ. കൺവിൻസ്ഡ് ആണോ താങ്കൾ അക്കാര്യത്തിൽ? താങ്കൾ കൺവിൻസ്ഡ് ആണോ? കോടതിയുടെ നിരീക്ഷണങ്ങളാണത്. ഞാൻ പറയാം. ആ കാര്യത്തിൽ കൺവിൻസ്ഡ് അല്ല. ഇനിയും തെളിവുകൾ വരാനുണ്ട്. കാരണം മോഹൻ മാസ്റ്ററുടെ പേരിൽ ഇതുപോലെ ഒരു അക്യൂസേഷൻ ആ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ടവർ ലൊക്കേഷനിലെ പൂക്കട, ഞാൻ നേരത്തെ പറഞ്ഞ ആ പൂക്കടയുടെ കേസ്, അതിനകത്ത് മോഹൻ മാസ്റ്ററിനെ ഒഴിവാക്കുകയാണ്. അപ്പൊ രണ്ട് ജില്ലാ കമ്മിറ്റി സുപ്രീം കോടതിയിലേക്ക് അവർ ഹർജി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നു. ആയിക്കോട്ടെ, സുപ്രീം കോടതിയിലേക്ക് പോട്ടെ. ഇപ്പൊ ഉള്ളവരുടെ കാര്യം സുപ്രീം കോടതിയിലേക്ക് പോട്ടെ. എനിക്കിപ്പം ഇതിനകത്ത് കുറെ പാർട്ടിക്കാർ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് കണ്ടല്ലോ. അവരെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? സംസാരിക്കാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ സംസാരിക്കാം. പറയൂ, സംസാരിക്കൂ. KM ഷാജഹാൻ ഇവിടെ അവതാരകനുണ്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ. താങ്കൾ കുറെ നേരമായി പ്രവചന സിംഹമായ KM ഷാജഹാൻ എനിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതാണല്ലോ. ഇത്രയും നേരം താങ്കളുടെ ക്ലാസ് ഒരു അക്ഷരം മിണ്ടാതെ ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണല്ലോ. ഈ സൈബി ജോസ് കിടങ്ങൂരിനെ അറിയുമോ? താങ്കൾ പോയി മാപ്പ് പറഞ്ഞ് നിരുപാധിക ഹൈക്കോടതിയിൽ ചെന്നിട്ട് താങ്കൾ ദുരാരോപണം ഉന്നയിച്ചിട്ട് മാപ്പ് പറഞ്ഞ കേസൊക്കെ കേരള ജനതയുടെ മുന്നിലുണ്ട്. ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് നടക്കുന്ന അല്ലല്ല, ഞാൻ പറയട്ടെ പ്രൊഫസറെ എന്ന് വിളിച്ചോണ്ട് എന്നോടായിരുന്നല്ലോ KM ഷാജഹാൻ ചോദ്യം ചോദിച്ചോണ്ടിരുന്നത്. അങ്ങനെയുള്ള കഥകളൊന്നും എക്സ് കമ്മ്യൂണിസ്റ്റ് ഈസ് ദ വേസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞത് ഞാനല്ല, BT രണദിവയാണ്. അതിനേക്കാളും വേസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് KM ഷാജഹാൻ. പിണറായി വിജയനെ ആക്രമിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും. അയാള് നിരുപാധിക ആരുടെയും മുന്നിൽ മാപ്പ് പറയുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രവചനങ്ങൾ നടത്തും, ഇലക്ഷൻ പ്രവചനങ്ങൾ. അതാണ് ഗംഭീരം. കോമഡി ഷോ തോറ്റുപോകുന്ന രീതിയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഒരാളിനോട് ഇതിനകത്ത് സംസാരിക്കാൻ അനുവദിക്കോ താങ്കൾ കഴിഞ്ഞോ എന്ന് താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചിരുന്നോ? താങ്കൾ സംസാരിച്ചപ്പോ കഴിഞ്ഞോ എന്ന് ഞാൻ നിശബ്ദമായിട്ട് കേൾക്കുക. ആ ഒരു സാമാന്യ മര്യാദ, ഒരു പ്രതിപക്ഷ ബഹുമാനെങ്കിലും കാണിക്കാൻ പഠിക്കേ. താങ്കൾ കുറെ നാളായിട്ട് TV ചാനലുകളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാളല്ലേ. എനിക്ക് പറയാനുള്ള വാദമുഖങ്ങൾ നിരത്തട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം ഒരു കൊലപാതകം TP ചന്ദ്രശേഖരന്റെ ആദ്യത്തെയും അവസാനത്തെയും കൊലപാതക കേസൊന്നും അല്ല കേരളത്തിൽ നടക്കുന്നത്. TP ചന്ദ്രശേഖരന്റെ കേസ് അത്യന്തം ഹീനമായ ഒരു കേസാണ്. അത് അപലപനീയമാണ്. അതിന് ശിക്ഷ കൊടുത്തത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ജസ്റ്റിഫൈ ചെയ്യാനൊന്നും ഇവിടെ വന്നിരുന്ന ആളല്ല. താങ്കൾ അങ്ങനെ വായിച്ചെടുക്കരുത്. താങ്കൾ അങ്ങനെ വായിച്ചെടുത്തുകൊണ്ടാണ്, ഒരു പ്രജുഡിസ്ഡ് ആയിട്ടാണ് എനിക്കെതിരെ താങ്കൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് താങ്കളെ കുറിച്ച് പറയേണ്ടി വന്നത്. ഇനി അത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ അധികാര സ്ഥാനത്തിന്റെ അപകർഷങ്ങൾ തേടി ഞാനിതുവരെ പോയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പോയിട്ടില്ല, നാളായിട്ട് പോവുകയില്ല. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അത് കിട്ടാതാവുമ്പോഴത്തേക്ക്, എല്ലും കഷ്ണങ്ങൾ കിട്ടാതാവുമ്പോഴത്തേക്ക് അങ്കലാപ്പ് ഉണ്ടാവും.
അതിന്റെ ഭാഗമായിട്ടാണ് നിരന്തരം വന്നിരുന്നുകൊണ്ട് പാർട്ടിയെ വിമർശിക്കാൻ വേസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആളുകളോട് എനിക്ക് അഭിപ്രായങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഞാനൊരു പോയിന്റ് എടുത്ത് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഉന്നത ബന്ധങ്ങളിലേക്ക് നീളുന്ന യാതൊരു അന്വേഷണവും അല്ലെങ്കിൽ ഉന്നത കമ്മിറ്റികളിലേക്ക് നീളുന്ന യാതൊരു അന്വേഷണവും ഇതുവരെ വെളിവായിട്ടില്ല. ഈവൻ RMPയുടെ നേതാവ് പോലും അത് സമ്മതിച്ച കാര്യമാണ്. ഇനി തെളിവുകൾ ഉണ്ടാക്കിയെടുക്കണം. CBI അന്വേഷണത്തിന് അവർക്ക് ഫോൾട്ട് പറ്റി, അവർക്ക് തെളിവുകൾ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് RMPയുടെ നേതാവ് വരെ പറഞ്ഞത്. അതുപോലും പറയാതെ അസന്നിഗ്ധമായി ഇന്നുണ്ടായ ഒരു കോടതി വിധി എടുത്തുകൊണ്ട് മുഴുവൻ കുറ്റങ്ങളും CPM-ന്റെ തലയിൽ അടിച്ചാക്ഷേപിക്കാനായിട്ട് KM ഷാജഹാൻ ആരാണ് ഇത് കൊടുത്തത്? അല്ലെങ്കിൽ ഈ KM ഷാജഹാൻ ആരാണ് കേരള സമൂഹത്തിന് മുന്നിൽ? കേരള സമൂഹത്തിന്റെ മുന്നിൽ KM ഷാജഹാൻ എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്കത് വിടാം. ഒരു താങ്കൾ പറയേണ്ടതൊക്കെ പരമാവധി പറഞ്ഞു. ഒരു നിമിഷം എന്നെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഒരു നിമിഷം ഡോക്ടർ ജയരാജ്, ഒറ്റ കാര്യം. ഡോക്ടർ ജയരാജ് ഈ സഖാവ് കൊടിസുനിയും അതുപോലെ സഖാവ് കിർമാണി മനോജും സഖാവ് മുഹമ്മദ് ഷാഫിയും ഇവരൊക്കെ നവീകരിക്കപ്പെടുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? ഒരിക്കലും ഇല്ല. അവർ കൊടും ക്രിമിനലുകൾ തന്നെയാണെന്ന് ഞാൻ രേഖപ്പെടുത്തിയത്. തുടക്കം തൊട്ടേ ഞാൻ പറയുന്നുണ്ട്, ആ 7 കൊടും ക്രിമിനലുകളുടെയാണ്, അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെ ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇദ്ദേഹം വന്നിട്ട് പ്രജുഡിസ്ഡ് ആയിട്ട് ഇങ്ങോട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞ് അവർക്ക് വ്യക്തിവിരോധമോ വ്യക്തി വിദ്വേഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല ചന്ദ്രശേഖരന്റെ അടുത്ത്. ഡോക്ടർ ജയരാജ് അവരെ അയച്ചതല്ലേ, അവരെ പാർട്ടി അയച്ചതല്ലേ? അതുകൊണ്ടല്ലേ പാർട്ടി അവരെ സംരക്ഷിക്കുന്നത് ഇപ്പോഴും. അല്ലാതെ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയെ പോലെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ക്രിമിനൽ അഭിഭാഷകന് കോടികൾ കൊടുക്കാൻ ഈ കൊടിസുനിയുടെയും അതുപോലെ കിർമാണി മനോജിന്റെയും ഷാഫിയുടെ കയ്യിൽ നിന്ന് എവിടെയാ പണം? ഇതിനു മുമ്പ് ഇവരുടെ പണി എന്തായിരുന്നു? ഇവരുടെ പണി ഇതൊക്കെ തന്നെയാണ്. ഇവരുടെ പണി കൊട്ടേഷൻ തന്ത്രങ്ങളാണ്. അവരുടെ കയ്യിൽ പണമുണ്ട്, അവരുടെ വക്കീലിനെ അവർ ഇതുപോലെ എത്ര കൃത്യങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാവണം. ഈ ഒരു കൃത്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കൊലപാതകത്തിന്റെ മോഡസ് ഓപ്പറാൻഡി ഈ ഒരു കേസിന്റെ മോഡസ് ഓപ്പറാൻഡി തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു മനുഷ്യനെ ഇത്ര നിഷ്ഠൂരമായി വെട്ടിക്കൊല്ലണം എന്നുണ്ടെങ്കിൽ ഇത് ആദ്യത്തെ രണ്ടാമത്തെ കൊലപാതകമൊന്നും ആയിരിക്കത്തില്ലല്ലോ ഈ ടീം ചെയ്തത്. മറ്റു പലർക്ക് വേണ്ടിയും മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇവർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷിച്ചിട്ട് വേണം ഇവരെയൊക്കെ പിടിച്ച് ശിക്ഷ വിധിക്കേണ്ടുന്നത്. അല്ലാതെ ഇരട്ട ജീവനും കൊടുത്തിട്ട് അവരെയൊന്നും ഒരു കാരണവശാലും ഇനി വെളിയിൽ ഇറങ്ങാൻ പോലും അനുവദിക്കരുത്. ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകൾ. ആ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. എന്തൊരു നിഷ്ഠൂരമായ കൊലപാതകമാണ്. അത് മാത്രമല്ല പിന്നെ വേറൊരു കാരണം, TP ചന്ദ്രശേഖരന്റെ കൊലപാതകം മാത്രമാണ് കേരളത്തിൽ നടന്ന കൊലപാതകം എന്ന് പറയുന്ന ന്യായത്തോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. അതിന് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, അതിനകത്തുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഉണ്ട്, അതിനകത്ത് സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. അതിനെയാണ് ഞാൻ എതിർത്തത്. ഷാജഹാൻ തുടരാം. അപ്പോൾ അതിൽ കുറച്ച് സമയം എനിക്ക് വേണ്ടി വരും. കാരണം എനിക്ക് പ്രൊഫസറുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഈ പ്രൊഫസർ വന്നിരുന്നുകൊണ്ട് വ്യക്തിപരമായി എനിക്കെതിരെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും ഞാൻ അതിന് മറുപടി പറയുന്നില്ല. കാരണം ഈ പ്രൊഫസറാണെങ്കിൽ ആ നിലവാരമേ ഉള്ളൂ അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം അതൊക്കെ പറയും. അതിലൊന്നും എനിക്ക് വിഷമമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം എന്താണെന്ന് ഇപ്പോൾ കേൾക്കുന്നവർ കേട്ടല്ലോ. പക്ഷേ ഈ പ്രൊഫസർക്ക് ഒരു വിവരവുമില്ല. ഈ പ്രൊഫസറോട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ജഡ്ജ്മെൻറ്റിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ജഡ്ജ്മെൻറ്റ് കൊടുത്ത 2 ഉന്നതരായിട്ടുള്ള ന്യായാധിപന്മാർ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പ്രൊഫസറോട് ചോദിച്ചത്. പക്ഷേ ഈ പ്രൊഫസർക്ക് അതിനുള്ള മറുപടിയില്ല. അതിന് പകരം പ്രൊഫസർ വന്നിരുന്ന് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കുകയാണ്. അതായത് CPM-ൻ്റെ ഒരു നേതാവായിട്ടുള്ള പ്രൊഫസറുടെ നിലവാരം എന്താണെന്ന് കേൾക്കുന്നവർ കേട്ടു. ഷാജഹാൻ വട്ടപൂജ്യം. ഇതാണ് പ്രൊഫസർക്ക് ഇവിടെ ഇരുന്ന് പുലമ്പാനുള്ളത്. പ്രൊഫസറെ, ഞാൻ പ്രൊഫസറോട് ചോദിച്ച ചോദ്യം ചന്ദ്രശേഖരൻ വധക്കേസിലെ വിധിന്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതിന് പ്രൊഫസർ ഞാൻ 0ആണ്, പ്രൊഫസർ 100ആണ്. 100ആയിട്ടുള്ള പ്രൊഫസർക്ക് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഞാൻ പറഞ്ഞ ഉദ്ധരിച്ച കാര്യങ്ങൾക്ക് എന്തിനെങ്കിലും മറുപടി ഉണ്ടോ പ്രൊഫസറെ? ഉണ്ടോ? അതിന് പകരം എന്നെ വന്ന് ചീത്ത വിളിച്ചോ പ്രൊഫസർക്ക് ഒത്തിരി ഒരു സുഖം കിട്ടിക്കോട്ടെ, എനിക്കതിന് വിരോധമില്ല. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് CPM-ൻ്റെ നേതാക്കന്മാരുടെ ഗൂഢാലോചന കൊണ്ടാണ് ചന്ദ്രശേഖരനെ കൊന്നതെന്ന്
ഹൈക്കോടതിയുടെ ജഡ്ജിമാർ എഴുതി വെച്ചു എന്ന് ഞാൻ പറഞ്ഞതിന് വല്ല മറുപടി ഉണ്ടോ പ്രൊഫസറെ? പക്ഷെ പ്രൊഫസർക്ക് ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? പ്രൊഫസർക്ക് അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. മനസ്സിലായോ? അതായത് CPM നേതാക്കന്മാരായിട്ടുള്ള PK കുഞ്ഞനന്ദൻ, പ്രൊഫസർ അന്വേഷിച്ചിട്ടുണ്ടോ PK കുഞ്ഞനന്ദനെ കുറിച്ച്? ഇവിടെ നിന്ന് ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാൽ പോരാ. PK കുഞ്ഞനന്ദനെ കുറിച്ചിട്ട് പാനൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പറയുന്നത് എന്താണെന്നറിയാവോ പ്രൊഫസർക്ക്? കാലൻ കുഞ്ഞനന്ദൻ എന്നാണ്. മനസ്സിലായോ? പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പർ കുഞ്ഞനന്ദൻ, കാലൻ കുഞ്ഞനന്ദൻ എന്നാണ് അവിടെ പാനൂരിലെ പോലീസുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് ഞാൻ ഇപ്പോൾ പറയാം. അതായത് പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടുള്ള കുഞ്ഞനന്ദൻ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറി വന്നാൽ പോലീസുകാർ പറയുന്നത് കാലം വരുന്നു എന്ന് പറയും. എന്താ കാര്യം എന്നറിയാവോ? കുഞ്ഞനന്ദൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു RSSകാരൻ ബോംബേറിൽ മരിക്കും. എങ്ങനെയാ മരിക്കുന്നതെന്ന് അറിയാവോ പ്രൊഫസർക്ക്? ഒരാളെ കൊല്ലാനുള്ള മുഴുവൻ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ കുഞ്ഞനന്ദൻ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്ന കുഞ്ഞനന്ദനെ കാലൻ കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞത്. അയാൾ ആരാരെന്ന് അറിയാവോ പ്രൊഫസർക്ക്? പോയി അന്വേഷിച്ച് നോക്ക്. പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു. അയാൾ ജയിലിൽ കിടന്ന് മരിച്ചു. നിങ്ങളുടെ ഈ വലിയ ഏറ്റവും വലിയ കൂടിയ പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി വാദപ്രതിവാദം കഴിഞ്ഞ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടുപിടിച്ച ഒരുത്തനെ പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പറാക്കി വെച്ചു. എവിടുത്തെ പാർട്ടിയാ പ്രൊഫസർ ഇത്? ഈ പാർട്ടിക്ക് ഭരണഘടനയുണ്ടോ പ്രൊഫസറെ? ഈ പാർട്ടിക്ക് ക്രിമിനൽ സിവിൽ നിയമങ്ങളുണ്ടോ? ഒരു കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ച ഒരുത്തനെ ജയിലിൽ കിടന്നപ്പോൾ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറാക്കി കൊണ്ടുവെക്കുന്നു. പ്രൊഫസർ ഇതൊന്നും പഠിച്ചിട്ടില്ലേ? എന്നിട്ട് ആ കുറ്റക്കാരൻ, ആ കുറ്റവാളി, കൺവിക്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ, അക്യൂസ്ഡ് അല്ല കൺവിക്റ്റ്, അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ശരീരത്തിൽ കൊണ്ടുവന്ന് പുഷ്പചക്രം വെക്കുന്നു. ഇത് എവിടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി? അതുകൊണ്ട് TP ചന്ദ്രശേഖരനെ കൊന്നത് CPM നടത്തിയ ഗൂഢാലോചനയാണെന്ന് മനസ്സിലാകണമെങ്കിൽ പ്രൊഫസർ വന്നിരുന്ന് ചർച്ചയിൽ KM ഷാജാനെ ചീത്ത വിളിച്ചാൽ പോരാ, ജഡ്ജിമെൻ്റ് എടുത്ത് വായിക്കണം. പ്രൊഫസർമാരെന്ന് പറയുമ്പം അങ്ങനെ ഒരു നിലവാരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജഡ്ജിമെൻ്റ് ഒക്കെ എടുത്ത് വായിച്ചിട്ട് വേണം ചർച്ചയ്ക്ക് വരാൻ. അല്ലാതെ AKG സെൻറ്ററിൽ നിന്നുള്ള തീട്ടൂരം കൊണ്ടുവന്ന് വെച്ചിട്ട് KM ഷാജാൻ വട്ടപ്പൂജ്യമാണെന്നും KM ഷാജാൻ എല്ലിൻ കഷ്ണം ഒന്ന് ആലോചിച്ചു നോക്ക് പ്രൊഫസറെ. നിങ്ങൾക്കൊരു നിലവാരമില്ലേ? നിങ്ങൾ ഇതുപോലെയൊക്കെയാണോ ഒന്ന് സംസാരിക്കേണ്ടത്? എല്ലിൻ കഷ്ണം വിട്ടു എന്നൊക്കെ പറയുമ്പം നിങ്ങളുടെ നിലവാരത്തെക്കുറിച്ച് ജനങ്ങൾ എന്ത് വിചാരിക്കും? മാന്യമായി സംസാരിക്കാൻ പഠിക്കണ്ടേ? അത് പഠിക്കണം. ചർച്ചയ്ക്ക് വരുമ്പം വിധിന്യായങ്ങളൊക്കെ എടുത്തൊന്ന് വായിച്ചിട്ട് വരണം. പ്രൊഫസർ എന്ന് പറയുമ്പം ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപയുടെ ശമ്പളമുള്ള പ്രൊഫസർ ആയിരിക്കുമല്ലോ. ആ പ്രൊഫസർ ഇതൊക്കെ വരുമ്പം ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചിട്ട് വരണം. അല്ലെങ്കിൽ ഇതുപോലെ ചർച്ചയ്ക്ക് വന്നിരുന്ന് വല്ലാതെ നാണം കെട്ട് പോകേണ്ടി വരും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പ്രൊഫസർ പറഞ്ഞ ഒന്നിനും അല്ല, പ്രൊഫസർ വേണേ ഇടയ്ക്ക് കയറി പറഞ്ഞോ, എന്നിട്ട് ഞാൻ മറുപടി, പ്രൊഫസർ പറഞ്ഞോ, ഞാൻ മറുപടി അത് കഴിഞ്ഞിട്ട് പറഞ്ഞോളാം. പറഞ്ഞോ, കേൾക്കട്ടെ. ഡോക്ടർ ജയരാജ് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഞാനങ്ങ് തുടരാം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് വരണം പ്രൊഫസർമാർ. അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഈ 1.5 ലക്ഷം മേടിക്കുന്ന പ്രൊഫസർമാര് ഇതൊന്നും വായിക്കാതെ വന്നിരുന്ന് ചാനൽ ചർച്ചയിൽ ഇങ്ങനെ അടിമേടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വിചാരിക്കും. അതുകൊണ്ട് വ്യക്തിപരമായി അത് തീർക്കുക. വ്യക്തിപരമായി പ്രൊഫസർക്ക് എന്നെ 4 തെറി വിളിക്കണമെങ്കിൽ വിളിച്ചോ. അതുകൊണ്ടൊരു സുഖം പ്രൊഫസർക്ക് കിട്ടിക്കോട്ടെ. പക്ഷെ എല്ലാം വായിച്ച് പഠിച്ചിട്ട് വരണം, അല്ലെ നാണം കെട്ടു. വിവരക്കേട് പറഞ്ഞുകൊണ്ടിരിക്കാതെ വിവരക്കേടിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ താങ്കൾ മാത്രമേ വിധിന്യായം വായിക്കുന്ന ആളുള്ളൂ ഈ കേരളത്തില്. താങ്കൾ മാത്രമേ പുസ്തകം വായിക്കുന്ന ആളുള്ളൂ. താങ്കൾ മാത്രമേ പകർപ്പൊക്കെ കാണത്തുള്ളൂ. ഞാനും വായിച്ച വിധിന്യായം തന്നെയാണ് താങ്കൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിധിന്യായം എങ്ങനെയാണ് ഉണ്ടായതെന്നും അത് ഇമോഷണലി ക്യാരിഡ് ഓൺ ആയിട്ടുള്ള ഒരു വിധിയാണെന്നും ആദ്യമേ തന്നെ പറഞ്ഞത്. അത് നിങ്ങൾ ആ വിധിന്യായത്തിൽ പഠിച്ചിട്ടില്ല. ഹൈക്കോടതിയിലെ ജഡ്ജിമാർ പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ? നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുമ്പിൽ പോയി നിങ്ങൾക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ഹൈക്കോടതിയിൽ ഇരന്നത് എന്തിനായിരുന്നു? വ്യക്തിഗതമായ വിഷയങ്ങളൊക്കെ മാറ്റി നിർത്ത് പ്രൊഫസറെ. പ്രൊഫസർ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ജഡ്ജ്മെന്റിലെ പറയുന്ന 94 മുതൽ 97 വരെയുള്ള പേജിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോലെ മറുപടി ഉണ്ടോ?
ഇത് മറുപടിയുള്ള ഞാൻ ഹൈക്കോടതി പോയി മാപ്പ് പറഞ്ഞു സമ്മതിച്ചു പ്രൊഫസറെ. തീർച്ചയായിട്ടും ഞാൻ ആ മറുപടിയാണ് സമ്മതിച്ചു. ഞാൻ പോയി മാപ്പ് പറഞ്ഞു സമ്മതിച്ചു. പക്ഷെ പ്രൊഫസർക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? പറയാൻ പറ്റില്ല ജഡ്ജ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ഒരു മിനിറ്റ് അതെ എന്തോ തീർച്ചയായിട്ടും ഞാൻ മറുപടി പറഞ്ഞല്ലോ. ആ വിധിന്യായം എന്ന് പറയുന്നത് ഇമോഷണലി കാരീഡ് ആയിട്ടുള്ള ഒരു വിധിയാണ്. പേരെടുത്ത് പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റും. അവരുടെ വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചു എന്ന് പറയുന്നത് ഡോക്ടർ അത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണോ? ഒരു കോടതി എങ്ങനെയാണ് വിധിന്യായം പുറപ്പെടുവിക്കുന്നത്? കോടതിയുടെ മുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ? അത് ഏത് കോടതിയാണ്? വിധിന്യായം വായിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാര്യം ഇരട്ട കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വിധി വരും. അല്ല, എന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാര്യം? നിങ്ങൾ എവിടെയാ വായിച്ചത്? ഏത് പാരഗ്രാഫാണ് നിങ്ങൾ അങ്ങനെ തോന്നിപ്പിച്ചത്? അല്ല, നിങ്ങൾ ഏത് പാരഗ്രാഫാണ് നിങ്ങളെ അങ്ങനെ തോന്നിപ്പിച്ചതെന്ന് പറഞ്ഞേ. ഏത് പാരഗ്രാഫ്, ഏത് പേജിൽ ഏത് പാരഗ്രാഫ് ആണ് അങ്ങനെ തോന്നാൻ കാരണം? ഏത് പാരഗ്രാഫ് ആണെങ്കിൽ ആ വിധിയുടെ സമഗ്രതയിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി പോയിന്റ് എടുത്തിട്ട് വെച്ചിട്ട് എന്റെ മൊബൈൽ ഞാൻ എയർപ്ലെയിൻ മോഡിൽ ഇട്ട് വെച്ചിരിക്കുക. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വൈബ്രേഷൻ വരുന്നുള്ളതുകൊണ്ടാണ് വായിച്ച് ഏൽപ്പിച്ചു തരാമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സമഗ്രമായിട്ട് ആ വിധിന്യായം എടുത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് അടുത്ത ചർച്ചയിലല്ല, ഈ ചർച്ചയിൽ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുന്നേ. നിങ്ങൾ തോക്കി കയറി വെടിയിക്കാതിരിക്കൂ. ഞാൻ പറയുന്നത് കേക്ക്. ഇതിന്റെ മൊത്തത്തിൽ സമഗ്രമായിട്ട് നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നത് 2012 മുതൽ 2024 വരെ ഈ കേസ് പൊതുമണ്ഡലത്തിൽ കത്തിവയ്ക്കുന്ന ഒരു കേസാണ്. അതിന് മാധ്യമ സ്വാധീനം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഏത് കൊച്ചുകുഞ്ഞിനും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് വായിച്ചു നോക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാര് മാധ്യമങ്ങൾ പറയുന്നത് നോക്കിയാണോ അവർ അതൊക്കെ ചെയ്യുന്നത്? അങ്ങനെ എങ്ങനെയാണ് ലാഘവത്തോടെ പറയാൻ പറ്റുന്നത്? അങ്ങനെയല്ല, ഒരിക്കലുമല്ല. മാധ്യമങ്ങളുടെ സ്വാധീനമൊന്നുമില്ല. അല്ല, തെളിവുകളുടെ അഭാവത്തിലാണല്ലോ പി മോഹനനെ വെറുതെ വിട്ടത്, അല്ലെ? തെളിവുകളുടെ അഭാവത്തിലാണല്ലോ വിചാരണ കോടതി വെറുതെ വിട്ടു, ഹൈക്കോടതി ഇത് ശരിവെക്കുകയും ചെയ്തു. മറ്റ് പലരുടെയും ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പരോക്ഷമായിട്ടുള്ള ചില സൂചനകളൊക്കെ ഉണ്ട്. നോക്കൂ, അതുകൊണ്ട് തന്നെയല്ലേ അവർ ഈ കെ രമ പറഞ്ഞിരിക്കുന്നത് നിയമ പോരാട്ടം തുടരും. അതായത് ഹൈക്കോടതിക്ക് കണ്ടെത്താനാവാത്ത പലതും, ഹൈക്കോടതിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പലതും അത് ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഉന്നയിക്കും. പി മോഹനന്റെ പങ്കാളിത്തം മാത്രമല്ല, അതിന് മുകളിലുള്ള ചില നേതാക്കന്മാരുടെയും പങ്കാളിത്തത്തെ കുറിച്ച് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ വാദിക്കും. ഇപ്പോൾ RMBയുടെ പ്രതിനിധി ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞതും അതാണല്ലോ. അതുകൊണ്ട് മാസ്റ്റർ ബ്രെയിൻ അടക്കമുള്ളവർ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള പോരാട്ടം, നിയമ പോരാട്ടം സുപ്രീം കോടതിയിൽ തുടരും, വ്യക്തമാണ്. അതുകൊണ്ട് കേസ് ഇവിടെ അവസാനിക്കുന്നില്ല. ഹൈക്കോടതി കഴിഞ്ഞു, ഇനി സുപ്രീം കോടതിയിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ വർഷങ്ങൾ എടുത്തേക്കാം. അല്ല, അതുകൊണ്ട് തന്നെ അതിനെ അല്ല, വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് ഇമോഷണലി ക്യാരിഡ് അവേ ആ രീതിയിലാണ് ജഡ്ജിമാർ കൈകാര്യം ചെയ്യുന്നത് പറയുമ്പോൾ അതിനെ ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല, മാധ്യമങ്ങളുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ വിധി ന്യായം പുറപ്പെടുവിച്ചു എന്ന് പറയുന്നതിനെയും അംഗീകരിക്കാനാവില്ല. ഡോക്ടർ ജയരാജ്, സോറി, ക്ഷമിക്കുക താങ്കൾ. എത്ര വലിയ കോടതിയാണെങ്കിലും ഇതിനകത്തൊന്നും ഇമ്മ്യൂണൊന്നുമല്ല. ഈ സാമൂഹ്യ സാഹചര്യങ്ങളോട് ഇമ്മ്യൂണൊന്നുമല്ല ഇവിടുത്തെ ഒരു ന്യായാധിപനും ഒരു കോടതിയും. സാമൂഹ്യ സാഹചര്യങ്ങളിലും സമൂഹത്തിൽ എന്തെല്ലാം നടക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് പല വിദേശ രാജ്യങ്ങളിലും ഇത്തരം കാര്യം എല്ലാ ഇലക്ഷനുകളിലും എല്ലാ ഡോക്ടർ ഇപ്പോഴും ആ നിലപാട്. മാധ്യമ വിചാരണ എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. മാധ്യമ വിചാരണ എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങളിൽ ഇത് കത്ത് നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് CPM നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകത്തിന് ഏറ്റവും വലിയ മുഖത്തിട്ടുള്ള അടിയാണ് ഈ വിധി. ഇനി CPM ഗുണ്ടകളെ കൊണ്ട് വാളെടുപ്പിച്ചു കഴിഞ്ഞാൽ എടുക്കുന്ന CPM കാരൻ്റെ കൈ വിറയ്ക്കും.
അതാണ് ഈ വിധിയുടെ ഏറ്റവും വലിയ പിന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. വിപ്ലവകരമാണ് ഈ വിധി. ഈ വിധിയെ മാധ്യമങ്ങൾ സ്വാധീനിച്ചു എന്നൊക്കെ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. 2014 ഇതിൻ്റെ വിധി വന്നതാണ്. 2014 വിധി വന്നു കഴിഞ്ഞിട്ട് 2024 ഈ അപ്പീലിൻ്റെ വിധി വരുന്നത്. ഇതിനിടയിൽ മാധ്യമങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല. ഒരു ചർച്ചയും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് CPM നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇനി അവസാനിപ്പിക്കാൻ അവർ നിർബന്ധിതരാവും. ഇതൊന്നും വായിക്കാതെയും പഠിക്കാതെയും പ്രൊഫസർമാർ വന്ന് ഇങ്ങനെ പറയുമ്പം കാണുന്ന ജനങ്ങൾ വിലയിരുത്തും. ഇത്രയേ ഉള്ളൂ. എന്തായാലും TP വധത്തിൽ CPMന്റെ പങ്ക് പൂർണ്ണമായും തെളിഞ്ഞിരിക്കുന്നു. ഗൂഢാലോചനയുടെ ഭാഗമായ പാർട്ടിയിലെ ചില ഉന്നതരെ കൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള പോരാട്ടം സുപ്രീം കോടതിയിൽ തുടരും എന്നാണ് KK രമ അറിയിച്ചിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ടവർക്ക് അവർക്കൊന്നും മാനസാന്തരം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പൊതുസമൂഹത്തിന് നന്നായി അറിയാം. എന്തായാലും പരോളിലിറങ്ങിയുള്ള ഇവരുടെ ആട്ടം, പാട്ട്, മറ്റുടായ്പകൾ എന്നിവയ്ക്കൊക്കെ അറുതിയുണ്ടാക്കാൻ ഹൈക്കോടതി വിധിയിലൂടെ സാധിച്ചിരിക്കുന്നു. അതിൽ നമുക്ക് ആശ്വസിക്കാം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർ.